അറിവും ആയുധമായി അടിമച്ചങ്ങള പൊട്ടിച്ച പല്ലില്ലാത്തൊരു മുത്തച്ഛൻ. നല്ലതു മാത്രം കാണാനും നല്ലതു മാത്രം ചെയ്യാനും നമ്മെ നയിച്ചൊരു മുത്തച്ഛൻ, ബാപ്പുജി എന്നൊരു മുത്തച്ഛൻ. ഇന്ന് ജനുവരി 30 രക്തസാക്ഷി ദിനം. മാനവ സാഹോദര്യത്തിന്റെ ശാക്തീകരണത്തിനായുള്ള മഹായജ്ഞത്തിനിടയിൽ മഹാത്മജി ജീവൻ ബലിയർപ്പിച്ച ദിനം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യൻ ലോകത്തിന് എന്നും ഒരു അത്ഭുതം തന്നെയായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും കഷ്ടപ്പെടുന്ന ജനസമൂഹത്തിനുമായി സ്വയം സമർപ്പിതമായ വ്യക്തിത്വം. ചിതറിക്കിടന്നിരുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഒരു മഹാസാഗരമാക്കിയ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സമരവീര്യത്തിലൂടെയാണ് ബ്രിട്ടീഷുകാരെ തുരത്തി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. മഹാത്മാഗാന്ധി എന്ന മനുഷ്യൻ കേവലം ഒരു വ്യക്തിയല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികാരമാണ്. 1948 ജനുവരി 30 രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ ആ മഹാത്മാവിന്റെ ആഗ്രഹത്തിനൊത്തുയരാൻ നമ്മുടെ രാജ്യത്തിനായിട്ടില്ല. കടന്നു വരുന്ന ഓരോ രക്തസാക്ഷി ദിനവും മനുഷ്യത്വത്തെ മുറുകെ പിടിക്കാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. നന്ദി, നമസ്കാരം. വിരിയും പുഞ്ചിരിയും സ്നേഹം ചെറിയും വാക്കുകളും വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നാടിനു വേണ്ടി പോരാടി നേടിത്തന്നു സ്വാതന്ത്ര്യം. ഓർത്തിടാം ഈ സുദിനത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ നാം ആദരവോടെ സ്മരിച്ചിടാം. ഗാന്ധിതൻ പാതയിൽ മുന്നേറാം. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാ, ഭാരത മണ്ണിന്റെ അഭിമാനം. ചുണ്ടിൽ വിരിയും പുഞ്ചിരിയും സ്നേഹം ചെറിയും വാക്കുകളും വട്ടക്കണ്ണട വെച്ചിട്ട് വടിയും കുത്തി നടന്നിട്ട് നാടിനു വേണ്ടി പോരാടി നേടിത്തന്നു സ്വാതന്ത്ര്യം. ഓർത്തിടാം ഈ സുദിനത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ നാം ആദരവോടെ സ്മരിച്ചിടാം. ഗാന്ധിത പാതയിൽ മുന്നേറാം, ഗാന്ധിത പാതയിൽ മുന്നേറാം. പോകുന്നത് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രമാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദിലെ ഒരു വൈശ്യ കുടുംബത്തിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിക്കുന്നത്. അച്ഛൻ കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലിബായ്. മനിയ സമുദായത്തിലെ അംഗമായിരുന്നു പുത്ലിബായ്. 1887 ഗാന്ധി മെട്രിക്കുലേഷൻ പാസ്സാകുന്നു. 1883 കസ്തൂർബായ് വിവാഹം. 1885 പിതാവ് മരിച്ചു. 1887 അദ്ദേഹം പാരിസർ പരീക്ഷയ്ക്ക് പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് തിരിക്കുന്നു. 1891 പാരിസർ പരീക്ഷ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു മടങ്ങിയെത്തിയത്. പിന്നീട് ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് 1893 അവിടെ വെച്ച് കർഷകർക്കെതിരെ നടക്കുന്ന വർണ്ണവിവേചനം ശരിക്കും അനുഭവിച്ചറിഞ്ഞു. ഒരിക്കൽ തീവണ്ടിയിൽ നിന്നും മറ്റൊരു കുതിരവണ്ടിയിൽ നിന്നും വടിച്ചു പുറത്തിറക്കപ്പെട്ടു. കർത്തവർക്കാർക്കായി സമരങ്ങൾക്ക് അദ്ദേഹം നൽകി. 1896 ഇന്ത്യയിലെത്തി. ഭാര്യയോടൊപ്പം ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങി. 1901 ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകി. ഇതിന്റെ ഫലമായി 6 കൊല്ലം കഠിന തടവിനു വിധി. ജയിലിൽ ജീവിതകാലത്ത് ഗാന്ധിജി തന്റെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതി പ്രശസ്തമായ ദണ്ഡിയാത്ര നടത്തുന്നത് 1929 തന്റെ 72 അനുയായികളോടൊപ്പം യാത്ര അരിച്ചു പിറക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹിതൻ ചോദിച്ചു, അങ്ങ് എന്താണ് ഇങ്ങനെ തിരയുന്നത്? എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? അപ്പോഴേക്കും ഗാന്ധിജിക്ക് താൻ തിരയുന്ന സാധനം കിട്ടിപ്പോയി. ഗാന്ധിജി സന്തോഷത്തോടെ പറഞ്ഞു, ഒരു ചെറിയ കുറ്റി പെൻസിൽ ആയിരുന്നു അത് കണ്ട് സ്നേഹിതൻ ചോദിച്ചു, ഈ കുറ്റി പെൻസിലിനു വേണ്ടിയാണോ അങ്ങ് ഈ പാട് മുഴുവൻ പെട്ടത്? ഗാന്ധിജി പറഞ്ഞു, പുതിയ പെൻസിലിനേക്കാൾ വിലയുള്ളതാണ് എനിക്കിത്. കാരണം ഇത് കഥയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ എന്ന ഗ്രാമത്തിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്.
മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഗാന്ധിജി വളരെ പ്രധാനപ്പെട്ട സംഭാവന നൽകിയിട്ടുണ്ട്. ഗാന്ധിജിയെ എല്ലായ്പ്പോഴും അഹിംസയുടെ പാത പിന്തുടർന്നു. മറ്റുള്ളവരും സത്യത്തിന്റെയും അഹിംസയുടെയും പാത പിന്തുടരണമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. 1930 ഗാന്ധിജി ഇന്ത്യയിൽ കാൽനടയായി ഉപ്പ് സത്യാഗ്രഹം നടത്തി. ഗാന്ധിജി ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നത് ബാബുജി എന്നാണ്. ലണ്ടനിൽ നിന്നാണ് നിയമപഠനം പൂർത്തിയാക്കിയത്. സ്വാതന്ത്ര്യത്തിന് ബാബുജി നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തിന് രാഷ്ട്രപിതാവ് പദവി ലഭിച്ചു. നൂൽ നിർമ്മിക്കുന്ന ഗാന്ധിജി അതിൽ നിർമ്മിച്ച ധോതി ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാഗാന്ധി. നമുക്കെല്ലാവർക്കും ബാബുജിയെ ഒരുപാട് ഇഷ്ടമല്ലേ? അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ ഇന്ന് ഒരു കുഞ്ഞു കഥ പറയാം. ഒരു ദിവസം ബാബുജിയോട് ഒരു കുട്ടി വന്ന് ചോദിച്ചു, അങ്ങെന്താണ് ഷർട്ട് ഇടാത്തത്? ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് ഷർട്ട് തുന്നിത്തരട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് മാത്രം പോരാ, എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വേണം. എല്ലാവർക്കും തുന്നിത്തരാൻ നിന്റെ അമ്മയ്ക്ക് കഴിയുമെങ്കിൽ അമ്മയോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി ചോദിച്ചു, ബാബുജിയുടെ വീട്ടിൽ എത്ര ആളുകളുണ്ട്? ഞാൻ അമ്മയോട് പറഞ്ഞ് ഷർട്ട് തുന്നിത്തരാം. അപ്പോൾ ബാബുജി പറഞ്ഞു, ഈ ഇന്ത്യയിലുള്ള എല്ലാ പേരും എന്റെ വീട്ടിലുള്ളവരാണ്. ഇന്ത്യയാണ് എന്റെ വീട്. ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഷർട്ട് തുന്നിത്തരാൻ നിന്റെ അമ്മയ്ക്ക് കഴിയുമോ? ബാബുജി എന്തുകൊണ്ടാണ് ഷർട്ട് ഇടാത്തതെന്ന് മനസ്സിലായോ? ഇന്ത്യയിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അവരിൽ ഒരാളായി നടക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എത്ര ലളിതമായ ജീവിതമായിരുന്നു ബാബുജി നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചിരുന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകളിലൂടെ നമുക്കും സഞ്ചരിക്കാം. നന്ദി. ജയ് ഹിന്ദ്. പാവൻ സീതാറാം 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 ബസ് പ്യാരെ തൂ സീതാറാം 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 ബസ് പ്യാരെ തൂ സീതാറാം ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा राम पतित पावन सीताराम